ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലെനിൻസ് വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് എന്താ പറഞ്ഞാൽ മസനഗുഡി വഴി ഊട്ടിയിലൊന്ന് നമ്മളും പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ കുറേ പോയതാണ്, എന്നാലും എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് തുറപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള റോഡാണ് കേട്ടോ. റോഡൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ഇന്നാണെങ്കിൽ വണ്ടികളൊക്കെ വളരെ കുറവായിട്ടാണ് ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ കണ്ടു നമ്മളൊരു നല്ല അടിപൊളി മാൻകൂട്ടം. സാധാരണ ഈ സമയത്തൊന്നും കാണലില്ല കേട്ടോ. ഇന്ന് നമുക്കെന്തോ ഒന്ന് കാണാനുള്ളൊരു ഭാഗ്യമുണ്ട്, കണ്ടു. അപ്പം അങ്ങനെ വന്ന് നമ്മൾ തൊപ്പക്കാട് കഴിഞ്ഞ് മസനഗുഡി റോഡിലേക്ക് കയറി. ആ പാലാണിത്. അപ്പോൾ നമ്മളങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ മിക്കവാറും നമുക്ക് എപ്പോഴും മാനൊക്കെ ഉണ്ടാവും, കാണാനുള്ള സാധ്യത ഉണ്ട്. നോക്കാം. കണ്ടു, ഒന്ന് റോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചെറുതാണ്, വണ്ടി നിർത്താൻ പറ്റൂല, ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മസനഗുഡി ടൗൺ എത്തി കേട്ടോ. നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാരിങ്ങനെ നിൽക്കും, ഡ്രൈവർമാർ. റോഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ സവാരി പോകാൻ വേണ്ടിയുള്ള ഇതിനു വേണ്ടി ഇങ്ങനെ വിളിക്കുകയാണ് ആൾക്കാരെ. അതിന് ഏത് സമയത്ത് വന്നാലും ഇവിടെ ഇങ്ങനെ കാണാം വണ്ടികൾ, ടാക്സി വണ്ടികളൊക്കെ ഇങ്ങനെ നിൽക്കണം. കണ്ടില്ലേ, ഇത്രയും വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ നല്ല മാടുകളെയും കാണാൻ പറ്റും. കണ്ടില്ലേ, ടാക്സിക്കാരെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ് സൈഡിൽ. ഇങ്ങനെ സ്കൂൾ ബസ്സൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസനഗുഡി ടൗണ് എൻ്റർ ആവാൻ പോവാണ്. ഇതാണ് മസനഗുഡി ടൗൺ. ഇലക്ഷൻ ആയതുകൊണ്ട് പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മസനഗുഡി ടൗണിലെത്തി. ഈ കാണുന്ന ചായ കട ഉണ്ടല്ലോ, അടിപൊളി ചായ കിട്ടുന്ന കടയാണ്. നമ്മൾ ലൈറ്റായിട്ട് അങ്ങനെ ഒന്ന് വന്നു. അപ്പോൾ ഒരു ഹോസ്പിറ്റലൊക്കെ കാണാൻ കഴിയും. ഇപ്പം നമ്മൾ ബൊക്കാപുര റോഡിലൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. മസനഗുഡി കഴിഞ്ഞ് ബൊക്കാപുര റോഡ്. പക്ഷേ ഈ റോഡ് നല്ല അടിപൊളി റോഡാട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളങ്ങനെ വന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് നല്ലൊരു ഹോട്ടലുണ്ട് ഇവിടെ. നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ റോട്ടിൽ കൂടെ പോകാൻ നല്ല സുഖമാണ്. എന്തെന്നായാലും ബ്ലോക്കൊന്നും ഉണ്ടാവില്ല ഊട്ടി പോണ സമയത്ത്. അപ്പം നമ്മളങ്ങനെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. നമ്മൾ 60 സ്പീഡിലൊക്കെ പോകണുള്ളൂ കേട്ടോ. 60 ആ സ്പീഡേ ഉള്ളൂ. പക്ഷേ ഈ പോകുന്ന സമയത്ത് നല്ലൊരു അടിപൊളിയായിട്ട് നമ്മളെ കൊന്നിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അടിപൊളി. പക്ഷെ ഇത് കാണുമ്പോൾ നല്ലൊരു സ്റ്റൈലാട്ടോ. എന്താ സൂപ്പറായിട്ടുണ്ടെന്ന് അറിയാം. ഈ പൂവ് ഇങ്ങനെ കാണുന്ന സമയത്തെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കണ കൊന്നയാണ്. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യഥാർത്ഥമായ ചുരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല കാടുകളൊക്കെ ആയിട്ട് നല്ല, പക്ഷെ ഇത് വെയിലായതുകൊണ്ട് കുറച്ച് ഉണങ്ങി നിൽക്കുക കേട്ടോ. അല്ലാത്ത സമയമാണെങ്കിൽ നല്ല പച്ചപ്പായിട്ട് കാണുവനെ. ഇതാണ്ടില്ലേ, മലയൊക്കെ ഫുള്ള് ഉണങ്ങി നിൽക്കുകയാണ്. പക്ഷേ ഈ മലേൻ്റെ അടിവാരത്തിൽ ഒരു 5 റിസോർട്ടുകളുണ്ട്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. താഴെ ഭാഗം ആയതുകൊണ്ട് കാണുന്നില്ല.
പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വളവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് വളവ്, കണ്ടില്ലേ, 36. പക്ഷെ ഇവിടെ കുറേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കി പോകണം, സെക്കൻഡ് ഗിയറിൽ ഇറങ്ങി വരാൻ പാടുള്ളൂ. പക്ഷെ ഇത് കണ്ടില്ലേ, സൈഡൊക്കെ വന്നിട്ട് നമ്മൾ റബ്ബറിൻ്റെ ഇതാണ് വെച്ചിട്ട് വണ്ടി വന്ന് തട്ടിയാലും കൂടെ അതങ്ങനെ അവിടെ തട്ടി ഇപ്പറേ ഭാഗം വരുന്നു അല്ലാതെ ഒന്നും ആവില്ല. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ടാണിത് സെറ്റ് ചെയ്തിട്ട്. പക്ഷെ നമുക്ക് നിർത്താനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. പ്ലാസ്റ്റിക് ഒരിക്കലും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പി, നമ്മൾ വെള്ളം കൊണ്ടുവരുന്ന കുപ്പി, പിന്നെ നമ്മൾ വേസ്റ്റേജ് ഒന്നും ഒഴിവാക്കാൻ പാടില്ല ഇവിടെ. കണ്ടില്ലേ മലയൊക്കെ എന്താ അടിപൊളിയായിട്ടല്ലേന്ന്. അപ്പോൾ നമ്മൾ കയറി മുക്കാൽ ഭാഗം എത്തി കേട്ടോ. സംഭവം നല്ല സൂപ്പറായിട്ടാണ്. ഇതിൽ വരുമ്പോൾ നല്ല രസമാണ്. പക്ഷെ വണ്ടി നിർത്തരുത്. വണ്ടി നിർത്തി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വണ്ടിക്ക് ഭയങ്കര ഇടങ്ങാറായിരിക്കും. അതുകൊണ്ട് നിർത്താതെ പോവുക. കണ്ടില്ലേ, ഈ സീനറിയൊക്കെ കാണുന്ന സമയത്ത് മേലെ നമ്മൾ ടോപ്പിലെത്തി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലയിൽ കണ്ടോ അടിപൊളിയായിട്ടല്ലേ, നല്ല അടിപൊളി സീനറികളാണ് കാണുന്നത്. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 മണിയായാൽ ആന വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇവിടെ റൂംസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. വന്ന് നിൽക്കണവർക്കൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആൾട്ട് ചെയ്യാം. തമിഴ്നാട് രജിസ്ട്രേഷനില്ല വണ്ടി മാത്രമേ താഴേക്ക് ഇറക്കി വിടുള്ളൂ, അതും ലോക്കൽ രജിസ്ട്രേഷനാണെങ്കിൽ. അങ്ങനെ നമ്മൾ ഊട്ടി ടൗണിലേക്ക് എത്തി. ഇത് ഊട്ടി ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിൽ അങ്ങനെ നിർത്തിയിട്ട് ഇനി നമ്മൾ പോകാൻ പോണത് നമ്മളെ ബോട്ട് ഹൗസാണ്. ബോട്ട് ഹൗസിലേക്ക് പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ നമ്മൾ ബോട്ട് ഹൗസ് പോണ വഴിയിലെത്തി കേട്ടോ. ഇതാണ് ബോട്ട് ഹൗസിൻ്റെ ഒരു ഭാഗമാണ്. സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ റൂംസും ഫുഡൊക്കെ നമുക്ക് കിട്ടും. ഇത് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ നല്ല ഫുഡൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാവും. മലബാറിൻ്റെ ഹോട്ടലും ഉണ്ട്. കേരളത്തെ ഫുഡെല്ലാം അവിടെ കിട്ടുള്ളൂ. നന്നായിട്ടുണ്ട്, വിലയും കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ട് ഹൗസിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇതുണ്ടല്ലേ. ഇതാണ് ബോട്ട് ഹൗസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.